കപ്പലുകൾ തകരാനുള്ള കാരണം പരിശുദ്ധാത്മാവ് പറയുമ്പോൾ കേൾക്കുവാൻ മനസ്സില്ലാത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചത് മനസ്സിലാകാത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ കാതുകളിലേക്ക് പ്രതിധ്വനിച്ച സമയത്തിലേക്ക് അതിനെ മനസ്സിലാക്കി എടുക്കാനുള്ള അഭിഷേകത്തിന്റെ അനുഭവം നിന്റെ ഉള്ളിനകത്തില്ലാതെ ഭൗതിക നേട്ടങ്ങൾ മാത്രം, ഭൗതിക വിഷയങ്ങൾ മാത്രം നീ മുൻപിൽ കണ്ടുകൊണ്ട് പോയത് മുഖാന്തരം പരിശുദ്ധാത്മാവ് ശബ്ദിച്ചത് ഈ ദിവസങ്ങൾ നിനക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ പോയി. ഇന്ന് ദൈവസന്നിധാനത്തിൽ ദൈവജനം പറയുക, ശരിയാകട്ടാവേ, ഞാൻ നാളെയെ കുറിച്ച് വിചാരപ്പെടുന്നതിന് പകരമായി നാളെയെ കുറിച്ച് എന്റെ ദൈവം എനിക്ക് വച്ചിരിക്കുന്ന വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കാം. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 12-ാം വാക്യം പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. 11-ാം വാക്യം എന്നാൽ നിങ്ങളെ പള്ളികളും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടത്, എന്തു പറയേണ്ട എന്ന് വിചാരപ്പെടേണ്ട. വിചാരപ്പെടുന്നു എങ്കിൽ നിങ്ങൾക്കൊരു ഡിപ്രഷൻ ഉണ്ടെന്നാണ് അർത്ഥം. എന്താ വിചാരപ്പെടുക? അയ്യോ, അവിടെ പോകുമ്പോൾ എങ്ങനെ സംസാരിക്കണം, ബാങ്കിൽ പോകുമ്പോഴത്തേക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ എന്താ മറുപടി പറയേണ്ടത്, എക്സാമിന് പോകുമ്പോഴത്തേക്ക് എങ്ങനെ ആൻസർ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന സമയത്തിൽ ഇന്നയാൾ ചോദിക്കുമ്പോൾ എന്താ മറുപടി പറയേണ്ടത്, അതെ പാസ്റ്ററോട് എന്താ പറയേണ്ടത്, വീട്ടുകാരോട് എന്താ പറയേണ്ടത്, സുഹൃത്തുക്കളോട് എന്താ പറയേണ്ടത്, പറയണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിചാരം. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. പള്ളികൾ, തെരുക്കോണുകളിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നീ ഉപദ്രവിക്കപ്പെടുമ്പോൾ, നീ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ എന്താ പ്രതിപാദിക്കേണ്ടു എന്ന് ചോദിക്കുന്ന സ്ഥിതി, എന്താ പറയേണ്ടതെന്ന് വിചാരപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങൾ കടന്നു വരപ്പെടുമ്പോൾ അവിടെ എന്താ ചെയ്യും? പറയേണ്ടത് പരിശുദ്ധാത്മാവ്. നിന്റെ കുഞ്ഞിനെ കുറിച്ച് നീ വിചാരപ്പെടുമ്പോൾ, നിന്റെ ഭവനപ്പണിയെക്കുറിച്ച് വിചാരപ്പെടുമ്പോൾ, നിന്റെ കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ച് വിചാരപ്പെടുമ്പോൾ, നിന്റെ സ്ഥിതിവിശേഷങ്ങളെ കുറിച്ച് നീ വിചാരപ്പെടുമ്പോൾ പാടില്ല 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 പാടില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിന്നെ പഠിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നിന്റെ അകത്തളത്തിലുണ്ട് എങ്കിൽ, ആ പരിശുദ്ധാത്മാവിനെ നീ അനുസരിച്ച് പോകുന്നു എങ്കിൽ നീ ഒരിക്കലും ഒരിടത്തും ഇടിച്ചു നിൽക്കത്തില്ല. നീ വിചാരപ്പെടേണ്ട ആവശ്യകതയില്ല, നീ ഡിപ്രസ്ഡ് ആകേണ്ടെന്ന ആവശ്യകതയില്ല, വിചാരപ്പെടേണ്ടെന്ന ആവശ്യമില്ല, വിചാരപ്പെടേണ്ട ആവശ്യകതയില്ല. സകലവും പരിശുദ്ധാത്മാവ് നിന്നെ വഴി നടത്തിക്കൊള്ളും. ഹല്ലേലൂയ. ചിലരുടെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം പറയാം. കപ്പൽ എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ചിലയിടത്ത് ഉപ്പ് വെള്ളമുണ്ട്, ചിലയിടത്ത് നല്ല വെള്ളമുണ്ട്, ഇങ്ങനെയൊക്കെ കടലിന് ഒരുപാടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പെട്ടെന്ന് ശക്തമായ കാറ്റ് വന്നു, പെട്ടെന്ന് ഭയങ്കരമായ പേമാരിയും കാര്യങ്ങളൊക്കെ വന്നു. കപ്പലിൻ്റെ ഗതി അങ്ങ് മാറി, കപ്പലിൻ്റെ സ്ഥിതി അങ്ങ് മാറി, കപ്പലിൻ്റെ കൺട്രോൾ കുറച്ചങ്ങ് മാറി. അതെ, കുറച്ച് അകലത്തിലേക്ക് അവർക്ക് പോകേണ്ടുന്ന വേയിൽ നിന്ന് കുറേ അകലത്തിലേക്ക് ആ കപ്പൽ മാറി സഞ്ചരിക്കാനായി തുടങ്ങി. നോക്കിയപ്പോഴത്തേക്ക് കരയുമായിട്ടുള്ള ബന്ധം ഏകദേശമൊക്കെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഭക്ഷണ സാധനങ്ങൾ തീർന്നു, ഒടുവിൽ കുടിക്കാനുള്ള വെള്ളവും തീർന്നു. കുടിക്കാനുള്ള വെള്ളം തീർന്നു. ഏതോ ഒരു രാജ്യത്തിലെത്തി, ഒരല്പം റേഞ്ച് എത്തിയപ്പോൾ അതിലൂടെ ഇവർ വിളിക്കുന്നു, ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങളെ സഹായിക്കൂ, അല്ലെങ്കിൽ വാട്ടർ വാട്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെ ഇങ്ങനെ ഇരുന്ന് വിളിക്കുകയാണ്. അവർക്കൊന്നും പിടികിട്ടുന്നില്ല, കാരണം അവർക്ക് ഈ ഭാഷയൊന്നും മനസ്സിലാകുന്നില്ല. ഈ കപ്പലിൽ നിന്ന് പറഞ്ഞുവിടുന്ന ഭാഷയൊന്നും മനസ്സിലാവില്ല. പക്ഷേ എന്തൊരു വാട്ടർ എന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പിടിച്ചപ്പോഴത്തേക്ക് സംഭവം ഇതിൻ്റെ ഈ റേഞ്ച് മാറിയും തിരിഞ്ഞും. പക്ഷേ വാട്ടർ ഒരല്പം കിട്ടിയപ്പോൾ മനസ്സിലായി കപ്പലിൽ വെള്ളം തീർന്നു പോയി, ശുദ്ധജലമില്ല. ഈ വെള്ളം ഉണ്ടെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ഓട്ടിക്കും വണ്ടിയെ. അവന് വെള്ളം വേണ്ടേ? കപ്പലിലിപ്പോൾ വെള്ളമുണ്ട്, കപ്പലിലെല്ലാം ഉണ്ട്, പക്ഷേ ഇവന് വെള്ളം തീർന്നു പോയി. അപ്പോൾ ഇവന് ദാഹം മാറിയാലേ ഇവന് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തേ ഉള്ളൂ. ജീവൻ നിലനിൽക്കണമെങ്കിൽ വെള്ളം വേണം. ശരി, ഉടനടി അവരുടെ ഭാഷയിൽ പറഞ്ഞു, നിങ്ങൾ സഞ്ചരിക്കുന്ന ആ കടല് ശുദ്ധജലമാണ്, സാധാരണ ആറ്റിലെ വെള്ളം പോലെയാണ്, ധൈര്യമായിട്ട് കോരി കുടിച്ചോ. ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം മാത്രമേ നടക്കുന്നുള്ളൂ, നിലവിളി മാത്രമേ നടക്കുന്നുള്ളൂ. അതെ, മയ്യം വിളി മാത്രമേ വരുന്നുള്ളൂ. രക്ഷിക്കണേ 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 എന്നുള്ള വിളി മാത്രമേ ഉള്ളൂ. നീ കുടിക്കുക എന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്ന മാത്രമേ, കാര്യമൊന്നും നടക്കുന്നില്ല. അവർ പറയുന്നത് ഇവർക്കും മനസ്സിലാകുന്നില്ല, ഇവർ പറയുന്നത് അങ്ങോട്ടും മനസ്സിലാകുന്നതേ ഇല്ല. സ്തോത്രം.
എന്താ സംഭവം അവസാനം അദ്ദേഹം വെള്ളം കിട്ടാതെ ഓരോരുത്തരായിട്ട് മരിച്ചു. കപ്പൽ അനാഥമായി ആ ശുദ്ധജലത്തിൻ്റെ പുറത്ത് അങ്ങനെ നിന്നു. കാറ്റ് ശാന്തമായി, കോള് ശാന്തമായി, പ്രകൃതി ശാന്തമായി. പക്ഷേ ആ കപ്പലിനെ കരക്കെത്തിക്കുവാൻ അതിനകത്ത് ആളില്ലാണ്ട് പോയി. ശുദ്ധജലത്തിൻ്റെ മീതെ ഒരു കപ്പൽ ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് ഇരുന്നിട്ടും ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടും കിട്ടാണ്ട് മറന്നു. കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിരുന്നുവെങ്കിൽ, പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അവർ അവിടെ നിന്നൊരു മഗ്ഗോ എന്തെങ്കിലും കെട്ടി താഴേക്കിട്ട്, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് തന്നെ ആ വെള്ളം അവർക്ക് എടുക്കാനുള്ള സജ്ജീകരണങ്ങൾ അതിനകത്തുണ്ട്. ആ സജ്ജീകരണത്തിൽ അവർക്ക് ആവോളം വെള്ളം കുടിച്ച് ജീവൻ നിലനിർത്തി അവർക്ക് ആ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കാമായിരുന്നു. സഹോദരങ്ങളെ, നിലവിളിക്കാത്തത് കൊണ്ടല്ല, നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടല്ല, നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, നിങ്ങൾ കരയാത്തത് കൊണ്ടല്ല, നിങ്ങൾ ആവശ്യപ്പെടാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ നിരത്തി വയ്ക്കാത്തത് കൊണ്ടല്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞ ഭാഷ നിങ്ങൾക്ക് അറിയാണ്ട് പോയി. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിച്ചത് നീ കേൾക്കാതെ പോയി. പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിച്ച കാര്യാദികളെ നിനക്ക് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയപ്പെടാണ്ട് പോയത് കൊണ്ടാണ് എവിടെയൊക്കെയോ നീ തോറ്റത്. നീ നിന്റെ ഇഷ്ടമനുസരിച്ച് നിന്റെ കപ്പലിനെ കൊണ്ടുപോകാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് പറഞ്ഞു, മഞ്ഞുകട്ടയുണ്ട്, അങ്ങോട്ട് പോകരുത്. നീ പറഞ്ഞു, ഉപദേശിമാരൊക്കെ ഇതൊക്കെ പറയും. ഇങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആർക്ക് ജീവിക്കാനായിട്ട് കഴിയും? ഇത് എന്ത് സുവിശമായ ജീവിതയാത്രയാണ്. ഇതുവഴി പോകുന്നതാണ് ഏറ്റവും നല്ലത്. മഞ്ഞുകട്ടയോ? ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുൻപ് ഈ മഞ്ഞുകട്ടയെല്ലാം ഉരുകി മാറിത്തരാം. മാത്രമല്ല, ഇതൊരു ടൈറ്റാനിക്കാണ്. ഈ ടൈറ്റാനിക്കിനെ ഏത് കട്ടയ്ക്ക് തകർക്കാനായിട്ട് കഴിയുക? വീണ്ടും റഡാർ ശബ്ദിച്ചോ, ആ വഴി പോകരുത്, അത് അപകടമുള്ള വഴിയാണ്, അത് ബുദ്ധിമുട്ടേണ്ടി വരും. ഇല്ല, ഞങ്ങൾ ഈ വഴിയേ പോകത്തേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ നോട്ടത്തിൽ കറക്റ്റാണ്. നിങ്ങൾ പറയുന്ന ബൈബിളല്ല, നിങ്ങൾ പറയപ്പെടുന്ന ഉപദേശി പറയുന്ന ഉപദേശമല്ല, ഇത് ഞങ്ങളുടെ ബുദ്ധിയാണ്. ഇത് ന്യൂ ജനറേഷൻ ആയിരിക്കുകയാണ്. അതെ, പണ്ടത്തെ ആൾക്കാർ പറയും പോലെയല്ല. ഇപ്പോഴത്തെ കാലഘട്ടം ഞങ്ങൾക്ക് അറിയാവോ? ഈ കാലഘട്ടത്തിന്റെ രീതി ഞങ്ങൾക്ക് അറിയാവോ? ഞങ്ങൾ ഇതുവഴി തന്നെ പോകുക. അനേക കപ്പലുകൾ തകരാനുള്ള കാരണം പരിശുദ്ധാത്മാവ് പറയുമ്പോൾ കേൾക്കുവാൻ മനസ്സില്ലാത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചത് മനസ്സിലാകാത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ കാതുകളിലേക്ക് പ്രതിധ്വനിച്ച സമയത്തിലേക്ക് അതിനെ മനസ്സിലാക്കി എടുക്കാനുള്ള അഭിഷേകത്തിന്റെ അനുഭവം നിന്റെ ഉള്ളിനകത്തില്ലാതെ ഭൗതിക നേട്ടങ്ങൾ മാത്രം, ഭൗതിക വിഷയങ്ങൾ മാത്രം നീ മുൻപിൽ കണ്ടുകൊണ്ട് പോയത് മുഖാന്തരം പരിശുദ്ധാത്മാവ് ശബ്ദിച്ചത് ഈ ദിവസങ്ങൾ നിനക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ പോയി. ഇന്ന് ദൈവസന്നിധാനത്തിൽ ദൈവജനം പറയുക, ശരിയാകട്ടാവേ, ഞാൻ നാളെയെ കുറിച്ച് വിചാരപ്പെടുന്നതിന് പകരമായി നാളെയെ കുറിച്ച് എന്റെ ദൈവം എനിക്ക് വച്ചിരിക്കുന്ന വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കാം. ഒന്ന് കരമടിച്ചെന്ന് ദൈവസന്നിധിയിൽ പറ, പപ്പാ, നിന്റെ ശബ്ദം തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് തരണം. നിന്റെ ആലോചനയെ തിരിച്ചറിയുവാനുള്ള കൃപ എനിക്ക് നൽകണം. അങ്ങ് പഠിപ്പിക്കുന്ന ദൈവമാണല്ലോ, അങ്ങ് ഞങ്ങളെ മനസ്സിലാക്കിപ്പിക്കുന്ന ദൈവമാണല്ലോ. ആ പഠിപ്പിക്കുന്നത് പഠിക്കാനുള്ള കൃപ തരണമേ. ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം, പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം, കൃത്യസമയത്ത് പഠിക്കാൻ പോകണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മ പഠിപ്പിക്കും, പക്ഷെ പഠിക്കാൻ നമുക്ക് മനസ്സ് വേണ്ടേ? പരിശുദ്ധാത്മ പഠിപ്പിക്കാൻ റെഡിയാണ്. എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾ പള്ളികൾ, കോയികൾ, അധികാരങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്തോ പ്രതിപാദിക്കേണ്ടതെന്ന് പറയേണ്ടെന്ന് വിചാരപ്പെടണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മ നാഴി. പ്രതിസന്ധി ഘട്ടങ്ങൾ വരും, സുവിശേഷത്തിന്റെ പോരാട്ടങ്ങൾ കടന്നു വരും, സുവിശേഷത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടേറിയ സ്ഥിതിവിശേഷങ്ങൾ വരും. അവിടെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നീ വ്യാകുലപ്പെടണ്ട. അവിടെ എങ്ങനെ എഴുതി? ഞാൻ അതിനെ ഇച്ചിരി കൂടെ വ്യാഖ്യാനിക്കുകയാണ്. നാളെക്കുറിച്ച് നിന്റെ ജീവിതത്തിൽ നിനക്ക് ഏതെങ്കിലും വിചാരം നിന്നെ വേട്ടയാടുന്നുവെങ്കിൽ, നിന്റെ തലമുറയെക്കുറിച്ച്, നിന്റെ സാമ്പത്തിക വിഷയത്തെക്കുറിച്ച്, അതേ നിന്റെ രോഗത്തെക്കുറിച്ച്, ഏതോ ആയിക്കോട്ടെ, ഏത് വിഷയമാണ് നിന്നെ വിചാരപ്പെടുന്നത്, നീ വിചാരത്തെ മാറ്റിയിട്ട് പരിശുദ്ധാത്മാവ് പറയുന്ന ആ റൂട്ടിലൂടെ സഞ്ചരിക്കുക. പരിശുദ്ധാത്മാവ് സഞ്ചരിക്കുന്ന ആ റൂട്ടിലൂടെ സഞ്ചരിക്കുക. സുഹൃത്തുക്കളെ, കർത്തൃസന്നിധിയിൽ ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നിസ്സാരമായി കാണണ്ട. പരിശുദ്ധാത്മാവ് നമ്മളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ
പരിശുദ്ധാത്മാവ് നമുക്ക് നിർദ്ദേശം തരുമ്പോൾ, മഞ്ഞുകെട്ട ഉണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, ആ വഴി നമുക്ക് പറ്റിയതല്ല എന്ന് പറയുമ്പോൾ, ആ റൂട്ടിലേക്ക് നീ പോകരുതെന്ന് പറയുമ്പോൾ, നമ്മളതിനെ നിസ്സാരമായി കണക്കാക്കരുത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ കഴിയുക. ഭീമമായ നഷ്ടം വരട്ടെ, കുഴപ്പമില്ല. വലിയ പരാജയങ്ങൾ വന്നു എന്ന് മറ്റുള്ളവർ പറയട്ടെ, കുഴപ്പമില്ല. നീ എന്താണ് ഈ അബദ്ധം കാണിച്ചിരിക്കുന്നതെന്ന് പറയട്ടെ. പക്ഷെ പരിശുദ്ധാത്മാവിനെ ഞാൻ അനുസരിച്ചിരിക്കുന്നു എന്ന് നിനക്ക് പറയാൻ പ്രാഗൽഭ്യമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം എന്നെ കുറിച്ച് ചിലത് തീരുമാനിച്ചുവെങ്കിൽ അതൊരിക്കലും ഞാൻ തോറ്റുപോകത്തില്ല, ഞാൻ പരാജയപ്പെട്ടു പോകത്തേയില്ല. ചിലർ പറയുക ഹല്ലേലൂയ, ഇന്ന കോഴ്സിന് പോകാതെ ഇന്ന കോഴ്സിന് പോയത്. അപ്പം നിനക്ക് പറയുവാൻ കഴിഞ്ഞ എൻ്റെ ദൈവം എന്നെ ഡോക്ടറാക്കാനോ എഞ്ചിനീയർ ആക്കാനോ അല്ല വേർതിരിച്ചത്. എന്നെ ഇന്ന കോഴ്സ് പഠിച്ച് ഇന്ന ലെവലിലേക്ക് ഒരു സാമൂഹ്യ അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവത്തെ അനുസരിച്ചിറങ്ങിയതാ. പക്ഷേ മനസ്സിലാക്കുന്നു, നമ്മുടെ ബുദ്ധിയിലുള്ള വലിയ സംഭവങ്ങളിലേക്ക് പോകണ്ടെന്ന് ചിലപ്പോൾ ദൈവാത്മാവ് പറയും. ഭൗതിക നന്മയുടെ വേറൊരിതാണ് ഏറ്റവും നല്ലതിലേക്ക് ദൈവാത്മാവ് കറക്റ്റ് ചെയ്ത് വിടുന്ന രീതി. അതല്ല, ചിലയിടത്ത് ദൈവം നമ്മെ ഏതെങ്കിലും ഇടുക്ക് വഴിയിലൂടെ കടത്തി വിടപ്പെടുമ്പോഴും, ലോകത്ത് നല്ല സമൃദ്ധിയുള്ളത് പോയില്ലേ, അബ്രഹാമിൻ്റെ ദൈവം വേറെ കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ സ്ഥലത്തൂടെ പോകില്ലേ. അപ്പം നമുക്കവിടെ പറയണം, എന്നെ പഠിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. എന്നെ പഠിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ദൈവാത്മാവ് എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കുന്ന സെൻസ് കൂടെ നിങ്ങൾക്കുണ്ടാകട്ടെ. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.